ഷാർജയിലെത്തിയാൽ ഒരിക്കലെങ്കിലും വരേണ്ട സ്ഥലമാണ് ഇത്. ഷാർജ ഇസ്ലാമിക് മ്യൂസിയം 30 വർഷം പൂർത്തിയാക്കുകയാണ്. ഇസ്ലാമിക് മ്യൂസിയം 96-ലാണ് ആരംഭിച്ചത്. ആ 30 വർഷം പൂർത്തിയാക്കുമ്പോൾ 7 ഗാലറികളുണ്ട് ഇവിടെ. ആ 7 ഗാലറികളിലൂടെയും സഞ്ചരിച്ചാൽ ഇസ്ലാമിക മതങ്ങളെക്കുറിച്ചും രാജ്യങ്ങളെക്കുറിച്ചും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് അബൂബക്കർ ഗാലറി ഓഫ് ഇസ്ലാമിക് ഫെയ്ത്ത് ആണ്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടേക്കാണ് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഈ 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാമിക്, അതായത് ഇസ്ലാം മതപ്രകാരമുള്ള 5 പില്ലറുകൾ, സ്തംഭങ്ങളാണ്. ആദ്യം നമ്മൾ പടച്ചവനിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. പിന്നീട് അതുപോലെ തന്നെ പ്രധാനമാണ് 5 നേരത്തെ നിസ്കാരം. അതിൻ്റെ പ്രത്യേകത ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. മറ്റൊന്ന് ഈ പറയുന്നത് പോലെ കൃത്യമായി തന്നെ 3rd പില്ലർ എന്ന് പറയുന്നതാണ് സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത്. ഒരു ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് കൊടുക്കുന്നത് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ പ്രധാനമാണ് ഈ പറയുന്നത് പോലെ ഫാസ്റ്റിംഗ്, റമദാനിൽ നോമ്പെടുക്കുക എന്നുള്ളത്. അതേക്കുറിച്ചും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് ഏറ്റവും പ്രധാനം, ഏറ്റവും ഒടുവിലെത്തിയത് 5ാമത്തെ പില്ലർ എന്ന് പറയുന്നതാണ് ഹജ്ജിന് പോകുക എന്ന് പറയുന്നത്, മക്ക സന്ദർശിക്കുക എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ പ്രാധാന്യം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് വായിച്ച്, ഇംഗ്ലീഷിലുമുണ്ട് അറബിക്കിലുമുണ്ട്, വായിച്ച് മനസ്സിലാക്കാം. അബൂബക്കർ ഇസ്ലാമിക് ഫെയ്ത്ത് ഗാലറിയിലെ മറ്റൊരു പ്രത്യേകത, ഒരു കാഴ്ച അല്ലെങ്കിൽ സവിശേഷമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ കാണുന്നത്. ഇത് മക്കയിൽ കാബ പൊതിഞ്ഞിട്ടുള്ളതിൻ്റെ ആ തുണിയുടെ അതിൻ്റെ കഷ്ണങ്ങൾ, കിസ്വ എന്ന് പറയുന്നത് കിസ്വയാണ്. അത് കിസ്വയുടെ അർത്ഥം ലാമ്പ് എന്നുള്ളതാണ്. അതായത് വിളക്ക് പോലെ തന്നെ നമുക്കിത് കാണാൻ കഴിയും. ചെറിയ കഷ്ണമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ സ്വർണ്ണ നൂലുകളാൽ തുന്നി ചേർത്തിട്ടുള്ള വിശ്വാസത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. എല്ലാം വായിച്ച് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും. മറ്റൊന്ന് മക്കയുടെ പഴയ ചിത്രങ്ങൾ. കയറി കഴിയുമ്പോൾ തന്നെ ഇടതുവശത്ത് നമുക്ക് കാണാൻ കഴിയും പഴയ കാല മക്കയുടെ ചിത്രങ്ങൾ. പള്ളിയിലെ പുറത്ത് ആളുകൾ നിൽക്കുന്നതും നടക്കുന്നതും അതോടൊപ്പം തന്നെ പള്ളിയിൽ ആളുകൾ പ്രാർത്ഥിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ കാണുന്നത് 1565-ലേതാണ്. ആ കാലഘട്ടത്തിൻ്റെ ഇസ്ലാമിക് കലണ്ടർ പ്രകാരമുള്ള 1565-ലെ കാഴ്ചയാണ് മക്കയിൽ നിന്നുള്ളത്. മക്കയിലെ പരിശുദ്ധ കാബയുടെ മോഡലാണ് ഇത്. അകത്ത് ഗ്ലാസ്സിലും അതേപോലെ തന്നെ പുറത്തും വെച്ചിട്ടുണ്ട്. നമുക്ക് വായിച്ച് മനസ്സിലാക്കാനും അടുത്തറിയാനും വേണ്ടി ആ കാബ പൊതിഞ്ഞിട്ടുള്ള ആ തുണിയുടെ രൂപവും അതോടൊപ്പം തന്നെ കിസ്വയുടെ രൂപവും അതോടൊപ്പം തന്നെ ആ കാബയുടെ മറ്റ് പ്രത്യേകതകളെല്ലാം വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഖുർആന്റെ കൈയെഴുത്ത് പ്രതികൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇറാനിൽ നിന്നുള്ളത്, അതോടൊപ്പം തന്നെ പഴയ കാലഘട്ടത്തിൽ ഓട്ടോമൻ തുർക്കി കാലഘട്ടത്തിലേത്. ഇതിൻ്റെയൊക്കെ കൈയെഴുത്ത് പ്രതികൾക്കൊക്കെയുള്ള പ്രത്യേകത അതിൻ്റെ ചിത്രപ്പണികൾ മാത്രമല്ല, അതിലുപയോഗിക്കുന്ന എഴുത്ത് രീതിയിൽ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന അറബിക് എഴുത്ത് രീതിയിലല്ല നമുക്ക് ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇറാനിലേക്കും തുർക്കിയിലേക്കും ഒക്കെ വരുമ്പോഴേക്കും മാറ്റമുണ്ട്. കൃത്യമായി അറബി സംസാരിക്കുന്ന ഒരു രാജ്യമാകുമ്പോഴേക്കും അവർക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് പോലുള്ള പല കുത്തുകളും കോമകളും ഒക്കെ ഉപയോഗിക്കണം എന്നില്ല. അതുകൊണ്ട് അതെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്ന വിധത്തിൽ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഖുർആന്റെ കൈയെഴുത്ത് പ്രതികൾ ഇവിടെയുണ്ട്. ഈ ഗാലറിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് സമൃദ്ധമായിട്ടുള്ള ഇസ്ലാമിക ചരിത്രവും അതേപോലെ തന്നെ സംസ്കാരവുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് വായിക്കുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. കാരണം ആദ്യ കാലഘട്ടത്ത് ഖുർആൻ എഴുതിയിരുന്നത് ആട്ടിൻ തോൽ ഉണക്കിയെടുത്ത് അതിൻ്റെ പുറത്താണ് എഴുതിയിരുന്നത്. 8ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഇസ്ലാമിക കലണ്ടർ പ്രകാരമുള്ള 2ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴേക്കാണ് ചൈനയുമായിട്ട് കൂടുതൽ അടുപ്പം വരുന്നതും പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കുന്നതും. ഈ ഒരു ബന്ധത്തോടു കൂടി ചൈനയുമായിട്ടുള്ള അടുപ്പവും പേപ്പർ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുകയും ചെയ്തതോടുകൂടിയാണ് ഖുർആന്റെ കൂടുതൽ പ്രതികൾ വരുന്നതും ലോകത്തേക്ക് കൂടുതലായിട്ട് ഖുർആൻ വ്യാപിക്കുന്നതുമെന്നാണ് ഇവിടെ പറയുന്നത്. മദീനയിലെ പ്രവാചക പള്ളിയുടെ വാതിലിലുള്ള കർട്ടൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇത് ഏതാണ്ട് 1789 മുതൽ 1807 വരെയുള്ള കാലഘട്ടത്തിലേതാണ്.
സിൽക്കും അതോടൊപ്പം തന്നെ സ്വർണ്ണ നൂലുകളും എല്ലാം ചേർത്തിട്ടാണ് ഈ ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ ഇത് പ്രത്യേകിച്ച് ഓർക്കുക, ഇതൊന്നും തൊട്ട് കേടുവരുത്തരുത്. അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കുക. അത്രയും പൗരാണികവും അതോടൊപ്പം തന്നെ വിശ്വാസപരവുമായി ഏറ്റവും വിശുദ്ധവുമാണ്. മതപരമായ കാര്യങ്ങൾക്ക് മാത്രമല്ല, അതിനും അപ്പുറം ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കും എത്രത്തോളം ഇസ്ലാമിക മതം പ്രാധാന്യം നൽകിയിരുന്നു, ഇസ്ലാമിക രാജ്യങ്ങൾ പ്രാധാന്യം നൽകിയിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കാഴ്ചയാണ് ഇത്. ഇബ്ൻ അൽ ഹൈതം ഗാലറി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഏതാണ്ട് 1000 വർഷം ഇസ്ലാമിക സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 1000 വർഷത്തിൻ്റെ യാത്ര നമുക്ക് കാണാൻ കഴിയും. ഇബ്ൻ ഹൈതം ഗാലറിയെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്. ഒബ്സർവേറ്ററി ഓഫ് ജന്തർ മന്ദർ. അതായത് 1722 AD കാലഘട്ടത്ത്, മുഗള സാമ്രാജ്യ കാലഘട്ടത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന വാന നിരീക്ഷണ സംവിധാനത്തെ അതുപോലെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ നിന്നിട്ടാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ സമയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, പിന്നീട് നക്ഷത്രങ്ങളുടെ യാത്ര, സമയം, ഇതൊക്കെ നിശ്ചയിച്ചിരുന്നതും കണക്ക് കൂട്ടിയിരുന്നതും ഈ ജന്തർ മന്ദർ എന്ന് പറയുന്ന ഈ ഒബ്സർവേറ്ററിയിൽ നിന്നുമായിരുന്നു. ഇസ്ലാമിക രാജ്യങ്ങളിൽ ആദ്യമായി വാനനിരീക്ഷണം തുടങ്ങുന്ന രാജ്യം, അല്ലെങ്കിൽ അതിനുവേണ്ടി വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്ന രാജ്യം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അത്ഭുതപ്പെടും. അത് ഇറാഖാണ്. ഇറാഖ് തലസ്ഥാനമായിട്ടുള്ള ബാഗ്ദാദിലാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ആദ്യമായി ഒരു വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്. AD 820 ബാഗ്ദാദിൽ വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്. അവിടെ നിന്നുമാണ് ഈ കാണുന്ന മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ പിന്നീട് സയൻസും ടെക്നോളജിയും ഒക്കെ വളർന്ന് പടർന്ന് പന്തലിച്ചു വരുന്നത്. AD 1546 സാങ്കേതിക വിദ്യയുടെ കാഴ്ചയാണ് ഇത്. ഇപ്പോൾ മൃഗങ്ങളെയൊക്കെ ചുട്ട് കഴിച്ചിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇതിനെ ഇങ്ങനെ തീ താഴെ കത്തിച്ച് അതിനു മുകളിൽ ഇതിനെ കറക്കുന്ന സമയത്ത് അത് അത്ര എളുപ്പമായിരുന്നില്ല. അതിനുവേണ്ടി 1546 കാലഘട്ടത്തിൽ വികസിപ്പിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യയാണിത്. പൽചക്രം ഉപയോഗിച്ചുകൊണ്ട് ആണ് ഇത് പ്രവർത്തിക്കുന്നത്. AD 585 കാലഘട്ടത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ എങ്ങനെയാണ് വെള്ളം ഈ കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നത്, ആ കാഴ്ചയാണ് ഇത്. ഗൾഫ് രാജ്യങ്ങളിലും അറബ് ലോകത്തുമൊക്കെ യുദ്ധവും സംഘർഷവും ഉണ്ടായിരുന്നു, മറ്റിടങ്ങളിൽ ഉള്ളതുപോലെ തന്നെ. അപ്പോൾ തീർച്ചയായും സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങൾ, ആയുധങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. കൈകൊണ്ട് എറിയുന്ന ഗ്രനേഡ് ഉണ്ട്, അതേപോലെ തന്നെ കെമിക്കൽ ഗ്രനേഡ്, ബയോളജിക്കൽ ഗ്രനേഡ് ഉണ്ട്. പിന്നീട് നമുക്ക് പീരങ്കികൾ കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഓരോ കാലഘട്ടത്തിലും ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നതിനൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ജനത വളർന്നത്, എങ്ങനെയാണ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പൊരുതിയത്, അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ഇതിലൂടെ സഞ്ചരിക്കുന്നത്. രാവിലെ 8 മുതൽ രാത്രി 8 മണി വരെയാണ് ഈ മ്യൂസിയത്തിലേക്ക് നമുക്ക് പ്രവേശനം അനുവദിക്കുക. 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ളവർക്ക് 5 ദിർഹമാണ് പ്രവേശന ടിക്കറ്റിന്റെ നിരക്ക്. 13 വയസ്സ് മുതൽ ഉള്ളവർക്ക് 10 ദിർഹം നൽകണം. റമദാൻ കാലഘട്ടത്തിൽ ഇതിന്റെ പ്രവർത്തന സമയത്ത് മാറ്റമുണ്ടാകും. മാത്രമല്ല വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്കാണ് മ്യൂസിയത്തിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്.